വീണ്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ ഈ ഗെയിമില്. ഏതാണ്ട് 4-5 മാസങ്ങൾക്ക് മുന്നേ ഞാനാണെന്ന് തോന്നുന്നു ഞാൻ അവസാനമായിട്ട് ഈ ഗെയിം കയറിയത്. അന്നാണെങ്കിൽ ഈ ഒരു ഗെയിമില് ഇത്ര വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നോർമൽ ആയിരുന്നു. എന്ത് പറയാനാ, ഗരേനയാണെങ്കിൽ ഇപ്പത്തെ നമ്മുടെ ഫ്രീ ഫയറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ആ പഴയ ഫ്രീ ഫയർ ഒക്കെ എന്ത് രസമായിരുന്നു അറിയോ കളിക്കാൻ. പിന്നെ അത് മാത്രല്ല, ഇവര് ദിവസം തോറും ഓരോ ടോപ്പ് ഇവന്റുകളാ കൊണ്ടുവരുന്നത്. ഈ ഗരേനൊക്കെ നമ്മളെ വെച്ച് എത്ര സമ്പാദിക്കുന്നുണ്ടാവും എന്തോ. ഇപ്പോഴാണെങ്കിൽ മുന്നേ റെയർ ആയിട്ട് നിന്ന ബണ്ടിൽസും കാര്യങ്ങളൊക്കെ ഇവർ റിട്ടേൺ കൊടുത്തതും പിന്നെ ഗെയിമില് ഒരുപാട് മോശം ചേഞ്ചുകളൊക്കെ കൊണ്ടുവന്നതൊക്കെ കാരണം പഴയ പ്ലേയേഴ്സ് ഒക്കെ കളി നിർത്തിപ്പോയി. ഞാനും ഇതൊക്കെ കാരണം തന്നെയാ ടോപ്പ് നിർത്തിയതും എന്റെ പഴയ ആ റെയർ അക്കൗണ്ട് കൊടുത്തതും. എന്തായാലും ഇങ്ങനെ ന്യൂബ് അക്കൗണ്ട് കളിക്കുന്നത് അടിപൊളി. ഒരു ടോപ്പ് പോലും ചെയ്യാതെ ഗെയിം ആസ്വദിച്ച് കളിക്കണം. എന്തേലും ആവട്ടെ, ആരെങ്കിലും ഓൺലൈൻ ഉണ്ടെങ്കിൽ അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് കുറച്ചു നേരം കളിക്കാം. എറർ ഓൺലൈൻ ഉണ്ടല്ലോ. ഇവനൊക്കെ എന്റെ കൂടെ മുന്നേ കളിക്കുന്ന പ്ലെയർ അല്ലേ? ഇവൻ ഇൻവൈറ്റ് ചെയ്യട്ടെ. എടാളിയാ, നീയോ? നീ ഇപ്പോഴും ഗെയിം കളിക്കാറുണ്ടോ? എടാ ബ്രോ, നിനക്കെന്നെ മനസ്സിലായല്ലേ? ഞാൻ വിചാരിച്ചു നിനക്കെന്നെ മനസ്സിലാവത്തില്ലെന്ന്. കാരണം ഏതാണ്ട് 2 വർഷത്തോളം ഞാൻ ആയില്ലേ നമ്മളിങ്ങനെ സ്ക്വാഡിൽ നിന്ന് സംസാരിച്ചിട്ട് തന്നെ. ആടാളിയാ, അത് തന്നെ 2 വർഷോ അതിനു മേലെ ആയടാ. എന്തായാലും നിനക്കൊക്കെ നമ്മളെല്ലാം ഓർമ്മയുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. എടാ ബ്രോ, നിന്നൊക്കെ അങ്ങനെ മറക്കോടാ? നമ്മളൊക്കെ എന്തോരം ഒരുമിച്ച് കളിച്ചിട്ടുള്ളതാ ഈ ഗെയിം. എടാ ബ്രോ, നമ്മുടെ സ്ക്വാഡിലുള്ള ബാക്കി 2 ആളുടെ എന്തെങ്കിലും വിവരം ഉണ്ടോടാ? എനിക്കാണ് പിന്നെ ഇപ്പൊ അവരെവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയത്തില്ലടാ. എടാ ബ്രോ, ഇപ്പൊ അവരൊക്കെ ഗെയിം കളിക്കുന്നുണ്ടോടാ? ഏടാളിയാ, ഇല്ലടാ, എനിക്കും അറിയത്തില്ല അവരിപ്പോ എവിടെയാണെന്ന്. നിന്നെ കണ്ടുമുട്ടുന്ന തന്നെ ഞാൻ വിചാരിച്ചതല്ല. അവരൊക്കെ ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് ഒരു അറിവില്ലടാ. ഞാനും എന്റെ പഴയ അക്കൗണ്ട് കൊടുത്തപ്പോ അവരെ എനിക്ക് മിസ്സായി. കാരണം എന്റെ ആ ഓൾഡ് അക്കൗണ്ടിലായിരുന്നു അവരും ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണെങ്കിൽ അവരെ ID പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണോ? എന്തായാലും കഷ്ടം തന്നെ. അവര് കൂടെ തിരിച്ചു വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കംബാക്ക് അടിക്കായിരുന്നു. എടാ ബ്രോ, നീ തന്നെ ചിന്തിച്ചു നോക്ക്, എന്ത് രസമായിരുന്നു അല്ലേ ആ ഒരു കാലമൊക്കെ. ആടാളിയാ, സത്യം എന്ത് രസമായിരുന്നു ആ ഒരു സമയമൊക്കെ. നമ്മൾ 4 ആൾക്കാർ കൂടി പീക്കിലൊക്കെ ഇറങ്ങി എത്ര കില്ലല്ലേ തൂത്തുവായിരുന്നത്. ആലോചിക്കുമ്പോ തന്നെ സങ്കടം വരുവാ. ആളോ സത്യം. എന്തായാലും നമ്മുടെ ആ പഴയ പീക്കൊന്നും ഇപ്പൊ നമ്മുടെ ഫ്രീ ഫയറിൽ ഇല്ല. എന്തൊരു മോശം മാറ്റാണല്ലേ ഇവർ ഈ ഗെയിമിൽ വരുത്തുന്നത്. ആടാളിയാ, അത് പറയാതിരിക്കാൻ വയ്യ. ഇവർ ഈ ഗെയിമിനെ മൊത്തത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണ് പിന്നെ നമ്മുടെ ആ പഴയ ഫ്രീ ഫയർ കാലമൊക്കെ ആലോചിക്കുമ്പോ നല്ല സങ്കടം തോന്നും. കാരണം എത്ര കളിച്ചാലും മടുപ്പ് പിടിക്കാത്തൊരു സമയമായിരുന്നു അതൊക്കെ. ഇനി അതൊന്നും തിരിച്ചു വരില്ലെന്ന് ആലോചിക്കുമ്പോഴാ ഒരു സങ്കടം. ആടെ ബ്രോ, നമ്മളൊക്കെ മുന്നേ എത്ര കാശിനല്ലേ ടോപ്പ് ഒക്കെ ചെയ്തിരുന്നത്. ആടാളിയാ, നമ്മളൊക്കെ ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ ടോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോഴാ ആ കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെ ചെയ്യായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. ബ്രോ, ഇതാരാ? നിന്റെ ഫ്രണ്ട് ആണോ? ആളെ ബ്രോ, ഇതെന്റെ നാട്ടിലൊരു ചേട്ടനാടാ. ഇൻവൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ എടുത്തതാ. ഓ അത് ശരി. ഓക്കെ ഓക്കെ. എടാ ഇതാരാടാ ഈ നൂബ്? നല്ല കാട്ട് നൂബാണല്ലോടാ. നിന്റെ ഫ്രണ്ട് ആണോ? എടാ നിനക്കൊക്കെ വട്ടാണോടാ ഈ നൂബിനൊക്കെ കൂട്ടി സ്ക്വാഡിൽ നിൽക്കാൻ വേണ്ടിട്ട്? ഒന്നുമില്ലെങ്കിൽ നീ ഒരു 5 years old പ്ലെയർ അല്ലേ? ചേട്ടാ, അവൻ നൂബൊന്നല്ല കേട്ടോ, ചേട്ടനെക്കാളും മുന്നേ കളിക്കുന്നുണ്ട് അവൻ. ഓ പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അത് ഇവന്റെ അക്കൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവൻ എന്നെക്കാളും മുന്നേ കളിക്കുന്ന പ്ലെയർ ആണോ അതോ ഇപ്പൊ കളിക്കാൻ തുടങ്ങിയ നൂബാണോ എന്ന്. എടാ ഉള്ളത് പറയാലോ, അവസാനം നിന്റെ കൂടെ ഒരു പ്രോ പ്ലെയർ പോലും കളിക്കാത്ത അവസ്ഥയാവും കേട്ടോ ഈ നൂബിനൊക്കെ പിടിച്ച് സ്ക്വാഡിൽ വെച്ചാല്. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ ഇവനെ പിടിച്ച് കിക്ക് ചെയ്ത് കളഞ്ഞോ. ചേട്ടനൊന്ന് പോയാട്ടെ, അവൻ എനിക്ക് കിക്ക് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ചേട്ടനെ അറിയാനിട്ടാ അവന് ചേട്ടനെക്കാളും നല്ല അക്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. എടാ അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ല പറഞ്ഞത്. എന്നിട്ട് ഇത്രയും നാൾ നീ എന്റെ കൂടെയാണല്ലോ കളിച്ചേ. അവനെ നിന്റെ സ്ക്വാഡിൽ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവനെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് മിസ്സായതാ. ഇവൻ എന്റെ പഴയ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇവനെ ഞാൻ ഇപ്പോഴാ കണ്ടെത്തുന്നത്. എടാ ബെസ്റ്റ് ഫ്രണ്ടും ഫ്രണ്ടൊക്കെ ഓക്കെ, ഗെയിമിൽ അതൊക്കെ പറഞ്ഞു നിന്നാ പിന്നെ ഒരു പ്രോ പ്ലെയർ പോലും നിന്റെ കൂടെ കളിക്കലുണ്ടാവില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിൽ നീ ഒരു 5 years old പ്ലെയർ ആണെന്ന് നീ ആലോചിക്കണം. ചേട്ടാ, ഇതൊക്കെ എന്റെ സെക്കൻഡ് അക്കൗണ്ട് അല്ലേ. എന്റെ ഫസ്റ്റ് അക്കൗണ്ടും ഇവന്റെ ഫസ്റ്റ് അക്കൗണ്ടും ചേട്ടൻ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാ ചേട്ടൻ ഇങ്ങനൊക്കെ പറയുന്നത്. എടാ നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട. ഞാനും 1 വർഷമായിട്ട് ഈ ഗെയിം കളിക്കുന്നുണ്ട്. ഇവന്റെ ഈ അക്കൗണ്ടിന്റെ പ്രൊഫൈൽ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവൻ ഏതാണ്ട് നല്ല കാട്ട് നൂബാണെന്നുള്ളത്. കാരണം വെറും 6 ലെവലും 0 ലൈക്കോ ഇവന്റെ അക്കൗണ്ടിലുള്ളത്. ചേട്ടാ, ഇനി എന്റെ ഫ്രണ്ടിനെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്താ എനിക്കിങ്ങനെ സ്ക്വാഡിൽ ചേട്ടനോട് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. മനസ്സിലാവുന്നുണ്ടടാ. നിനക്ക് പുതിയ ഫ്രണ്ടിനെ കിട്ടുമ്പോ നമ്മളൊന്നും വേണ്ടല്ലോ അല്ലേ? അതും ഒരു കാട്ട് നൂബ് ഫ്രണ്ട്. ചേട്ടൻ കാര്യം അറിയാതെയാ സംസാരിക്കുന്നത്. ഇനി എന്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചാ ഞാൻ ഉറപ്പായിട്ട് കിക്ക് ചെയ്ത് കളയും ചേട്ടനെ. എടാ ബ്രോ, എന്റെ പേര് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ അടിയാവണ്ടടാ. ഞാൻ എന്തായാലും ഒഴിയാം. ഞാൻ എന്തായാലും ഗെയിം കളിക്കുന്നില്ലടാ. വെറുതെ കയറിയതാ. എന്റെ പേര് പറഞ്ഞ ഇനി ഒരു പ്രശ്നം വേണ്ട, ഞാൻ ഒഴിഞ്ഞേക്കാം. ശരി. എടാ ബ്രോ, പിന്നെ നിങ്ങളുടെ കൂട്ടത്തില് ഒരാൾ കുറവൊക്കെ വരുമ്പോ എന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്യണം കേട്ടോ. അതിന് നീ ഏതാടാ കാട്ട് നൂബേ? വീണ്ടും സെന്റ് ഡയലോഗ് അടിക്കുന്നു. ഇറങ്ങി പോടാ അവിടുന്ന്. ശരി. ഞാൻ പോവാണ് കേട്ടോ. എടാളിയാ, നിക്കടാ, പോവല്ലടാ, നിക്ക്.
ചേട്ടാ ചേട്ടനെ കാണിച്ചതില്ലേ ഭയങ്കര ഓവറാണ് കേട്ടോ. ഞാനാണ് പിന്നെ ചേട്ടന്റെ കൂടെ ഇത്ര നാൾ കളിച്ചതുകൊണ്ട് മാത്രം അധികം ഒന്നും പറയാതിരുന്നത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇത്ര ഇൻസൾട്ട് ചെയ്ത് വിട്ടതല്ലേ. എന്തായാലും ഞാൻ അവരോട് ചോദിച്ചിട്ട് മാത്രമേ ഞാൻ ചേട്ടനോട് കളിക്കുന്നുള്ളൂ. ഏടാളിയാ നീ എന്താണ് ഈ പറയുന്നേ? ആ ബോട്ടിനാണോ, ആ കാട്ടു ബോട്ടിനാണോ നീ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്നേ? എടാ നിനക്കൊക്കെ സത്യം പറഞ്ഞ വട്ടാണെന്ന് ഞാൻ പറയും. ആ നൂബനൊക്കെ പിടിച്ച് സ്കോഡിൽ കയറ്റാൻ വേണ്ടിട്ട്. എടാളിയാ കുറച്ചും കൂടെ ബോധമുള്ളവരാണെങ്കിലില്ലേ അവനെ ഫ്രണ്ടാക്കുന്ന പോയിട്ട് അവനെ സ്കോഡിൽ പോലും കയറ്റത്തില്ല അറിയോ. ഒരു 20 ലെവലെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും പറയായിരുന്നു. അവനാണെങ്കിൽ 7 ലെവൽ പോലും ഇനിയും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ചേട്ടൻ ഇപ്പത്തെ അവന്റെ അക്കൗണ്ടും അവസ്ഥയൊക്കെ കണ്ടിട്ടല്ലേ അവനെ വിലയിരുത്തുന്നത്. മുന്നേ അവൻ എങ്ങനെയായിരുന്നെന്ന് ചേട്ടൻ അറിയോ? ഓ അവൻ അത്ര വലിയ പ്ലെയർ ആണെന്നാണോ നീ പറയുന്നേ? ആ ചേട്ടാ എന്താ ചേട്ടന് സംശയമുണ്ടോ? സംശയം പറ നമുക്ക് തീർക്കാം. ഏടാളിയാ എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്. അവനെ നീ എന്റെ പുറം 1v1 വിളിക്കടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാം അവനെ ഉണ്ടൊക്കെ പൊട്ടിക്കുന്നത്. ഞാൻ ഒരു കൊല്ലം ഈ ഫ്രീ ഫയർ കളിക്കുന്നത്. ആടാ ചേട്ടാ, പക്ഷെ അവൻ ഫ്രീ ഫയർ ഉള്ളപ്പോഴേ കളിക്കുന്നുണ്ട് ചേട്ടാ. വെറുതെ അവന്റെ കൂടെ 1v1 കളിച്ചിട്ട് പൊട്ടാൻ നിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കി നമ്മളൂടെ കളിക്കുവാണെങ്കിൽ ചേട്ടന് നല്ലത്. ഏടാളിയാ നീ എന്താടാ എന്നെ കളിയാക്കുവാണോ? എനിക്ക് അവനെ 1v1 വിളിക്കാൻ പറ്റുമോ ഇല്ലയോ? അല്ലെങ്കിൽ പേടിയാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. എന്ത് പേടിയോ? അത് അവന്റെ കൂടെ ഞാൻ വിളിക്കാലോ. ഇപ്പൊ വിളിക്കാം. A few moments later. എടാ ബ്രോ ഈ ചേട്ടൻ നിന്റെ കൂടെ 1v1 കളിക്കണമെന്ന് എന്നോട് വെല്ലുവിളിക്കുവാ. നിന്നെ ഉണ്ടക്ക് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഓ ആണോ? അതിനെന്താ കളിക്കാലോ. പക്ഷെങ്കില് ഞാൻ ഒരുപാടായി കളിച്ചിട്ടൊക്കെ. എന്നാലും കുഴപ്പമില്ല കളിക്കാം നമുക്ക്. എടാ നൂബേ നീ എങ്ങനെ ഉണ്ടക്ക് പൊട്ടിക്കഴിഞ്ഞാ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്ത് പൊയ്ക്കോളണം കേട്ടോ. പിന്നെ ഈ ഒരു ഗെയിമിൽ കയറാൻ പാടില്ല. ആ ചേട്ടൻ പറഞ്ഞതല്ലേ അതൊക്കെ അത്രേ ഉള്ളൂ. എന്നാ പിന്നെ റൂം ക്രിയേറ്റ് ചെയ്യിക്കോ. വെറുതെ സംസാരിച്ച് സമയം കളയണ്ട. ആടാ നൂബേ ഇത് നിന്റെ അവസാനത്തെ കളിയാ ഓർത്തോ. A few moments later. എടാളിയാ സോറി കേട്ടോ. ഒന്നും വിചാരിക്കല്ലേ ഞാൻ പറഞ്ഞത്. ഒന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ. ചേട്ടനോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ചേട്ടന് പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. ആടളിയാ അത് തന്നെ. ഞാനാണ് പിന്നെ ഇവന്റെ അക്കൗണ്ട് കണ്ടിട്ട് ഇവനെ വിലയിരുത്തി പോയി. അതാണ് പ്രശ്നം പറ്റിയത്. എടാളിയാ നീ എന്താ ഒന്നും മിണ്ടാത്തത്? ക്ഷമിക്കേട്ടോ, ക്ഷമിക്കണേ. ആ ചേട്ടാ അതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ല. ഞാൻ അതൊന്നും മനസ്സിൽ വെച്ചിട്ടേ ഇല്ല ചേട്ടാ. ഗെയിം ആകുമ്പോ ഇതൊക്കെ സർവ്വസാധാരണയാണ് ചേട്ടാ. ആടളിയാ സോറി. ഇനി നിങ്ങൾ എന്നെ കളിക്കാൻ കൂട്ടാതിരിക്കോ? എനിക്കാണ് പിന്നെ ആരും കളിക്കാനില്ല. അതുകൊണ്ടാ ഞാൻ നിന്നെ കളിക്കാൻ കൂട്ടിയപ്പോ ഇവനോട് നൂബാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞത്. ഇനി നിങ്ങള് എന്നെ കളിക്കാൻ കൂട്ടാതിരിക്കുവോ? എടാ എറേ നീയെങ്കിലും ഒന്ന് പറയടാ. ചേട്ടൻ എന്നോട് ചോദിക്കണ്ട, അവനോട് തന്നെ ചോദിച്ചോ. എടാ ബ്രോ എന്നും കൂടെ നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂട്ടോ? ചേട്ടാ അതിന് നിങ്ങൾ ആരെ കളിക്കാൻ കൂട്ടുന്നില്ല എന്ന് പറഞ്ഞേ. ഇനി നമുക്ക് മൂന്നാൾക്ക് ഒരുമിച്ച് കളിക്കാം. ആണോ? എടാ ബ്രോ സോറി കേട്ടോ പറഞ്ഞതിന് സോറി. ആ ചേട്ടാ അതൊന്നും വിഷയമല്ല. ഇനി നമുക്ക് മൂന്നാൾക്കും ഒരുമിച്ച് കളിക്കാം കേട്ടോ. താങ്ക്സ് ബ്രോ, ഒരുപാട് നന്ദിയുണ്ട്.